റളിയല്ലാഹു അൻഹാ. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ആ ജീവിതത്തിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പഠിക്കാനുണ്ട്. പ്രധാനമായും ഇന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞത് ഓരോരുത്തരും അവരുടെ വീടുകൾ ശ്രദ്ധിക്കണമെന്ന് തന്നെയാണ്. വീട് സന്തോഷത്തിന്റെ വീടാവണം, വീട് ആനന്ദത്തിന്റെ വീടാവണം, സമാധാനത്തിന്റെ വീടാവണം, വീട് എപ്പോഴും വൃത്തിയുള്ള വീടാവണം. വീട്ടിൽ ഒരാൾ കയറി ചെന്നാൽ, ഒരാള് വീട്ടിലേക്ക് വന്നാൽ നമ്മുടെ വീട് എപ്പോഴും നല്ല ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്ന വീടാവണം. പ്രത്യേകിച്ച് വീട്ടിന്റെ അകത്തളങ്ങളിലുള്ള ബാത്റൂം നല്ല ശുദ്ധിയോടെ പരിപാലിക്കണേ. അവിടെയുള്ള നജസുകൾ ഉണ്ടല്ലോ, അത് വീട് മൊത്തവും കൊണ്ടുവരാൻ പാടില്ല. വൃത്തിയില്ലാത്ത വിഷയത്തില് അതേ മൂത്രമൊഴിച്ചിട്ട് നന്നായിട്ട് മനോഹരിക്കാതെ, വെള്ളമൊഴിക്കേണ്ട രൂപത്തിൽ വെള്ളമൊഴിക്കാതെ, അതിനെ പരിഗണിക്കാതെ നിന്നാൽ നാളെ ഖബറിൽ ചെല്ലുമ്പോ ആദ്യത്തെ ചോദ്യം മൂത്രമൊഴിച്ചിട്ട് മനോഹരിക്കാത്തതിനെ കുറിച്ചാണ് കേട്ടോ. ഖബറിലെത്തിയാൽ നിങ്ങൾ വിചാരിച്ച ആദ്യത്തെ ചോദ്യം നിസ്കാരം, നോമ്പാണ്, സ്വതക്കനെ കുറിച്ച്, സക്കാത്തിനെ കുറിച്ചാണെന്നാണോ? ഹജ്ജ് ചെയ്യാത്തതിനെ കുറിച്ചാ? അല്ല, അല്ല. ഖബറിൽ ഒന്നാമത്തെ ചോദ്യം, ദ ഫസ്റ്റ് ചോദ്യം എന്താണെന്നറിയോ? The first question, ഒന്നാമത്തെ ചോദ്യം, ഖബറിൽ ഒന്നാമത്തെ ചോദ്യം. സുബ്ഹാനല്ലാഹ്, വളരെ ഗൗരവത്തോടു കൂടെ കാണണം, നിസ്സാരമായി കാണരുത്. ഖബറിലെ ആദ്യത്തെ ചോദ്യം അതെന്തിനെ കുറിച്ചാ? മൂത്രമൊഴിച്ചിട്ട് മനോഹരിക്കാത്തതിനെ കുറിച്ചാ. സുബ്ഹാനല്ലാഹ്. രണ്ടാമത്തത് എന്താണെന്നറിയോ? നമീമത്താണ്, ഏഷണി പറയുന്നതിനെ കുറിച്ചാ. രണ്ട് ചോദ്യവും നേരിട്ടിട്ട് ശേഷമേ അങ്ങോട്ട് പോകാൻ പറ്റൂ. അതിൽ തന്നെ പരാജയപ്പെട്ടു പോയാൽ കാര്യം പോക്കാണ്. അതുകൊണ്ടാണ് ഹബീബായ മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഒരു ഖബറിന്റെ സമീപത്തൂടെ നടക്കുമ്പോ ആ ഖബറിന്റെ അകത്ത് നിന്ന് അദാബ് കേട്ടില്ലേ? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ രണ്ട് ഖബറിലുള്ള ആളുകളും ഖബറിൽ അദാബ് അനുഭവിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിനോട് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിയേ, എന്താണ് നബി അവര് ഖബറിൽ അനുഭവിക്കുന്ന ശിക്ഷ എന്താണ്? അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഒരാള് മൂത്രമൊഴിച്ചിട്ട് മനോഹരിക്കൂല. മൂത്രമൊഴിച്ചിട്ട് മനോഹരിക്കൂല. മനോഹരിച്ചിട്ടുണ്ടാവും, ചിലപ്പോ വെള്ളമൊഴിച്ചിട്ടുണ്ടാവും, നന്നായി വെള്ളമൊഴിച്ചിട്ടുണ്ടാവൂല, ശരിക്കും ശുദ്ധിയാക്കിയിട്ടുണ്ടാവൂല. അങ്ങോട്ടങ്ങ് പാത്തി വരിക തന്നെ, അല്ലേ? ഒരു ലെവലില്ലാണ്ട്, ഒരു ശ്രദ്ധയില്ലാതെ ആവരുത് പെങ്ങളെ, സഹോദരിമാരെ. നമ്മുടെ വീടുകളിലെ ശൈത്വാന്റെ കേന്ദ്രങ്ങളാക്കി നമ്മുടെ ബാത്റൂമുകളെ, ടോയ്ലറ്റുകളെ നമ്മൾ മാറ്റരുത്. നല്ല വൃത്തി വേണം നമ്മുടെ വീടുകളിൽ. എവിടെ നോക്കിയാലും കുറെ വസ്ത്രങ്ങൾ അവിടെ മൂലക്കഴിച്ചിടുക, കുറെ വസ്ത്രങ്ങൾ ഇവിടെ മൂലക്കിടുക, യാതൊരു വൃത്തിയില്ലാണ്ട്. അതൊക്കെ ഒന്ന് അടക്കി വൃത്തിയാക്കി അലമാരകളിൽ വെച്ചൂടെ? സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് എല്ലാവരും അല്ലാഹു നമ്മുടെ വീടുകളൊക്കെ നല്ല ബറക്കത്തുള്ള വീടാക്കി തരട്ടെ. സമയം വൈകിട്ടുണ്ടെന്ന് എനിക്കറിയാം, ഏതായിരുന്നാലും നീട്ടുന്നില്ല.